നാക്കിൽ മുറിവ് വരുന്നതും അല്ലെങ്കിൽ ഈ സൈഡിൽ മുറിവ് വരുന്നതും നമ്മൾ ഈ വായ്പുണ്ണെന്നൊക്കെ പറയുന്നത് അതും ഒക്കെ ഒരു ക്യാൻസറസിന് സാധ്യതയുള്ളത് തന്നെയല്ലേ? ഓഫ് കോഴ്സ്. ഇതിന് 2 ആഴ്ചയാണ് അതിൻ്റെ റൂള്. 2 ആഴ്ച കൊണ്ട് ഉണങ്ങിയില്ലേ കണ്ടിരിക്കണം ഡോക്ടറിനെ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കണം. തുടങ്ങുമ്പോഴേ കാണിക്കുക. ഞാനും പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലെങ്കിൽ പരിശോധനയ്ക്ക് എടുക്കണം. ഞാനത് വെച്ച് ഡിലേ എടുത്താറില്ല. കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാര്യം ഒരു കഥയുണ്ട്. ഞാൻ PG ചെയ്തിരുന്ന സമയം, നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പയ്യൻ വരുമായിരുന്നു. ഐ തിങ്ക് 30s ആയിരുന്നു. ഒരു ശീലമില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ ഇതുപോലെ നാക്കിൻ്റെ അടിയിലൊരു വെള്ളപ്പാട് ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്നുണ്ടായിരുന്ന മരുന്നുകൾ, ഓയിൻമെൻറ്റുകൾ ഒക്കെ കൊടുത്തു പുരട്ടുക. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. മൾട്ടി വൈറ്റമിൻ, ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത്. അതിലെന്ന് പറയുമ്പോഴേക്കും ഈ ബീറ്റാ കരോട്ടീൻ, അതായത് നമ്മുടെ ബീട്രൂട്ടിലും മറ്റൊക്കെയുള്ള നല്ല മൂലകങ്ങൾ, അത് വൈറ്റമിൻ എയും എല്ലാം ഉള്ള മരുന്നുകളെല്ലാം കൊടുക്കും. ഇതെല്ലാം നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2nd ഇയറിൽ ഞാൻ RCCയിലെത്തിയപ്പോൾ ഈ പുള്ളി RCCയിലെത്തി. ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എപ്പോഴും വെളുത്ത പാട് കാണുമ്പോൾ വന്ന് കാണിക്കുക. നിങ്ങൾക്കതിൽ മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കുക. നമ്മൾ 2 ആഴ്ച സമയം തരും, ഓയിൻമെൻ്റ് എല്ലാം തരും. 2 ആഴ്ച കുറയുന്നില്ല, ഇങ്ങി പോരുക. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പരിശോധനയ്ക്ക് എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. കുഴപ്പമില്ല, മനസ്സമാധാനമായിട്ടിരിക്കുക. ആ റിസൾട്ട് കയ്യിൽ വെച്ചേക്കുക. ഉണ്ടെങ്കിൽ ഫർദർ എന്താണെന്നുള്ള ചെയ്യുക. അത്രയും നമ്മൾ പറയുള്ളൂ. 2 ആഴ്ച മാക്സിമം. 2 weeks റൂൾ അത് ഡെഫിനറ്റ് ആണ്. ഇപ്പോൾ പല്ലുകൊണ്ട് മുറിഞ്ഞതാണെങ്കിൽ പോലും നമുക്കറിയാം ഈ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? ഓഫ് കോഴ്സ്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഒരേ സ്ഥലം കൊണ്ടിട്ട് മുറിക്കില്ല. പക്ഷെ പല്ലതല്ല. ഇപ്പോൾ ഒരു കുറ്റിപ്പല്ല് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സ്ഥിരമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഒരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറേ മുറിയും ഉണങ്ങും, വീണ്ടും ഒരേയും മുറിയും ഉണങ്ങും. ഒരു പരിധി കഴിയുമ്പോൾ ശരീരം തന്നെ ചെയ്യും, മുറിവ് ഉണക്കും പെർമനൻ്റ്ലി. അപ്പോൾ സ്കാർ വരും, മുറിവിൻ്റെ പാടെന്ന് നമ്മൾ പറയും. അത് ഈ പറഞ്ഞ പോലെ ഫൈബ്രസ് ടിഷ്യൂ ആണ്. അതായത് നാരുകൾ കൂടുതലുള്ള, അതായത് ഇനി കൊണ്ടാ മുറിയരുത്, ആ രീതിക്കാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ആ ടിഷ്യൂവിലും പിന്നെയും നമ്മൾ ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രമേണ പിന്നെ ഉണങ്ങാണ്ട് വരും. ശരീരം പറയും എന്നെക്കൊണ്ട് ഇതിനി ഉണക്കാൻ പറ്റില്ല. അപ്പം നമ്മളിത് കാണുമ്പോൾ ആദ്യം എന്നായും, പറ്റുമെങ്കിൽ അന്നേ ദിവസം തന്നെ അമ്മയെ പല്ല് പറിച്ചിട്ട് പോവാം, ഇന്ന് പല്ല് പറിക്കാം, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് കാണിക്കണം. എന്നിട്ട് ഇത് ഉണങ്ങുന്നില്ലെങ്കിൽ പരിശോധനയ്ക്ക് എടുക്കാം. വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.